ജീവിതത്തിന്റെ ഒരുപാട് ഒരുപാട് ഗൗരവമായ കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആത്മീയപരമായ കാര്യങ്ങൾ, നമ്മുടെ ഭക്തി, നമ്മുടെ പ്രണയം, നമ്മുടെ നേരം പോക്കുകൾ, നമ്മുടെ സമരം, നമ്മുടെ ആഘോഷവേളകൾ, നമ്മുടെ തമാശകൾ, ഇതിനെയൊക്കെ ജീവിതത്തിന്റെ സർവ്വമേഖലകളെയും മാപ്പിളപ്പാട്ട് കൈകാര്യം ചെയ്തുകൊണ്ടാണ്. ഞാൻ ഓരോന്നോരോന്നായി പറയുന്നില്ല. ഭക്തി, ഭാഷ അറിയാത്ത ഒരാൾക്ക് ഭക്തി എന്ന ഭാവത്തെ കൃത്യമായി അടയാളപ്പെടുത്താൻ മാപ്പിളപ്പാട്ട് പോലെ മറ്റൊരു മേഖലയില്ല. നിങ്ങൾ നോക്ക്, മൊത്തത്തിലായുസ്വൽപ്പം മനുഷ്യന് നിത്യമുറക്കത്തിൽ പാടി കഴിയുന്നു, ബാക്കി പകുതിയിൽ എന്തെല്ലാം ചെയ്യണം, ഹക്കീമൊരുവൻ നീ എന്നെ തുണക്കേണം. നമ്മുടെ പി.ടി. അബ്ദുൽ റഹ്മാൻ എഴുതി എം കുഞ്ഞിമൂസൊക്കെ ചിട്ടപ്പെടുത്തിയ പാട്ടാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, മനുഷ്യന്റെ ജീവിതം ഒരു 60 വയസ്സാണെങ്കിൽ, ഒരു സാധാരണക്കാരന്റെ ജീവിതം 60 വയസ്സാണെങ്കിൽ അവന് 30 വയസ്സ് കുറയുകയാണ്. ഞാനൊക്കെ ആണെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഉറങ്ങുകയാണെങ്കിൽ എൻ്റെ 35 വയസ്സ് ഉറങ്ങുന്നതാണ്. ബാക്കിയുള്ള 25 വർഷക്കാലത്ത് ഞാൻ എന്തൊക്കെ ചെയ്യണം? ഈ ജീവിതത്തിന്റെ സത്യത്തെക്കുറിച്ച്, ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ മുമ്പിലുള്ള പാട്ടുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെയുള്ള ഒരു എഫക്ട് നൽകാൻ നമ്മുടെ പാട്ടുകൾക്ക് സാധിക്കുന്നുണ്ടെന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അത്തരമൊരു ചിന്തയിലേക്ക് നമ്മുടെ പുതിയ പാട്ടുകൾ നയിക്കുന്നുണ്ടോ? ഞാൻ മനോഹരമായി എഴുതാൻ കഴിയുന്ന പഴയ പാട്ടുകാരെക്കാൾ പാടാൻ കഴിയുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ കുറച്ചുകൂടി സീരിയസ് ആവണം എന്നുള്ളതാണ് ആകെ ലോക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏവിക്കയുടെ ചില പാട്ടുകൾ, എന്തിലും ഇല്ല നസീബ്, എത്രയും പാവി ഖരീബ്, സ്വന്തമില്ലാരും കനീവ്, സ്വത്തതും മക്കൾ കഴിവ്, ഇല്ല കക്ഷി ഞാനേ, കഴിവക്ഷകൻ നീയാണേ. ഞാൻ ഓരോ ഭക്തി കാര്യങ്ങൾ പറയുന്നില്ല, എത്ര കാര്യങ്ങൾ, എത്ര സംഭവങ്ങളുണ്ട് ഈ ഓരോ പാട്ടുകാരനും. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഭക്തിഗാനത്തിന്റെ ആ ഒരു ലേബൽ തന്നെ പറയാൻ സാധിക്കും. തുടർന്ന് ഞാൻ പറയുന്നുണ്ട്, പ്രവാചക പ്രകീർത്തനത്തിന്റെ നല്ല നല്ല മുഹൂർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള രചനകൾ ഇവിടെ ഉണ്ടാക്കിയത് എത്ര പാട്ടുകൾ. ഞാനും നിങ്ങളും മദ്രസയിലും മതപാഠശാലകളിലും പഠിച്ചിട്ടുണ്ട്. പ്രവാചക തിരുമേനിയെ കുറിച്ച് അൽ അമീൻ എന്ന് പറഞ്ഞിരുന്നു, വിശ്വസ്തനായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇത് നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചത് ഒത്തു പള്ളിയിലോതിയില്ല എങ്കിലുമാബാലൻ, ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോതിയില്ല, നേരുമാത്രം ചൊന്നതാലെ സത്യവാന ബാലൻ, നേടി അൽ അമീനെന്ന ഖ്യാതി സത്യശീലൻ. ഓ അബുസാഹി വഴി മൂസായിരുന്നോടി പാടി ഓമന മുഹമ്മദീനെ ഓത്തിനായിച്ചില്ല, ഓമനിക്കാൻ വാപ്പ വേണം, വാപ്പ ജീവിച്ചില്ല. ഒരുപാട് പാട്ടുകൾ. മൂസാ നബിയും ഫിർഔനും അബൂ സുഹൈലയുടെ പുസ്തകം തന്നെയുണ്ട്. യൂസഫ് നബിയുടെ സുലൈഖയുടെ പ്രണയം, ഇത് കൈകാര്യം ചെയ്യാത്ത കവികളില്ല. പറയൂ, പ്രിയപത്നി സുലൈഖാബി സുമുഖനാം യൂസുഫ് നബിയെ മനസ്സിൽ വെച്ച് അല്ല സുഖങ്ങളും വേടിഞ്ഞവർ പിരീശം വെച്ച്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊരു വല്ലാത്ത ലോകത്താണ്. ഉമർ ഖത്താബിനെ കുറിച്ച്, രണ്ടാം ഖലീഫയെ കുറിച്ച്, നീതിമാനായ ഉമറിനെ കുറിച്ച് പാട്ടുകൾ ഇങ്ങനെ കാലത്തോട് സംസാരിക്കുന്നത് ആലോചിച്ച് നോക്കും. നീതിമാനായ ഉമർ എന്ന പേരിൽ മദ്രസയിലും സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചു. അർദ്ധരാത്രിയിൽ പ്രജകളുടെ ക്ഷേമന്വേഷണം നടക്കുകയാണ് നമ്മൾ. ഈ പ്രജകളുടെ ക്ഷേമന്വേഷണം നടക്കുമ്പോൾ അവിടെ നടക്കുന്ന കളവ്, പ്രശ്നങ്ങൾ, കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുകയാണ്. പിറ്റേന്ന് പരിഹാരം കാണുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന നീതിമാനായ ഭരണാധികാരിയെ കുറിച്ച് നമ്മൾ കേട്ടത് ഒരു പാട്ടിലൂടെയാണ്. ഞാൻ കോളേജിലൊക്കെ പഠിച്ചത് സയൻസ് ആയതുകൊണ്ട് ഇസ്ലാമിക ചരിത്രം പഠിച്ചില്ല. മദ്രസയിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസത്തിൽ എനിക്കൊക്കെ ഉള്ളൂ. ഇത് ഞാൻ കേട്ട ഒരു പാട്ടിലൂടെയാണ്. ആരാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്? അമവിയ്യ ഭരണകാലഘട്ടത്തിലെ 2ാം ഉമർ. ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് മുന്തിരി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ കയ്യിൽ പൈസയുണ്ട്. അപ്പം ഭർത്താവ് ചോദിക്കുക, നിങ്ങൾ ആരാണ്? അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും 4 അണയില്ല യാചകരായെന്നോ പ്രാണസഖി. നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലെ അമീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദീർഘമുമില്ല പ്രിയേ ഉണ്ടോ സഖി. ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി 4 അണ കയ്യിൽ ഉണ്ട് പ്രിയേ, കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. റഹീം മൗലവി കുറ്റ്യാടി, ഹമീദ് ഷർവാനി പാടിയപ്പോൾ നമ്മൾ ഈ പാട്ട് കേട്ടു.
ഇതൊരു ചരിത്ര പുരുഷനെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അമവിയ രാജകുമാരൻ സുഖലോലുപനാം അബ്ദുൽ അസീസ് അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. അധികാരത്തിൽ വന്നപ്പോൾ ദരിദ്രനായി മാറുന്ന ഭരണാധികാരിയെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് നാം ആലോചിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന പാട്ടുകൾ എന്നാണ്. ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നില്ല. ബിലാലിനെ കുറിച്ച് പാടി ബിലാൽ എന്ന ഭൂമിയിലൊക്കെ അറിയാം, ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ സമരത്തെ ഈ പാട്ട് എങ്ങനെ അടയാളപ്പെടുത്തുന്നു? നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ സമരം. ഒരു കാലത്ത് പാട്ട് സംസാരിച്ചത് ആ കാലത്തിന്റെ സന്ദേശങ്ങളോടാണ്. ഒരു കാലത്തെ കേരളത്തിലെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിഷയം സ്വാതന്ത്ര്യ സമരമായിരുന്നു. ഗാന്ധിജിയെ കുറിച്ച് പാട്ടുണ്ടായിരുന്നു മാപ്പിളപ്പാട്ട്. എന്തു ചെയ്യാം നമ്മളിലാർക്കും ഭാഗ്യവുമില്ല. ഇന്ന് നമ്മളാരും ആ മഹാനെ കണ്ടവരല്ല. ഓൾ ഇന്ത്യ റേഡിയോ ഡൽഹി നിലയത്തിന്റെ 951 ഡൽഹി നിലയത്തിൽ നിന്ന് കേട്ട പാട്ടാണ്. 56 57 കോഴിക്കോട്ട് വന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഇത്തരം പാട്ടുകൾ. ഇവിടെ അടുത്ത കാലത്ത് ഒരു സിനിമ വന്നില്ലേ, PT കുഞ്ഞു മുഹമ്മദിന്റെ വീരപുത്രൻ എന്ന പേര്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ കുറിച്ചാണ്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി ആ സിനിമയിൽ. ഞാൻ ആ സമയത്ത് ഓർത്തത്, തോക്കുകൾ നീട്ടും മുമ്പിൽ വാക്കുകളാൽ ബോംബിട്ട് തൂക്കുമരം പുല്ലായി കണ്ടുള്ള മഹാന ഭാരത മക്കള സ്വാതന്ത്ര്യത്തിന് പൊരുതിയ മോനാം വെളുത്ത പിശാചി മണ്ണിൽ വിരടി പിടിച്ചോടുമ്പോൾ തളച്ചിടുവാനായി നമ്മെ നയിച്ച മഹാന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന പുമാനാം. മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ കുറിച്ച് പാട്ടുണ്ടായിരുന്നു. 978 KS മുഹമ്മദ് കുട്ടി പാടിയ പാട്ടാണ് ഗ്രാമഫോൺ റെക്കോർഡ്. ഇങ്ങനെയുള്ള മഹാന്മാരെ അനുസ്മരിക്കുന്ന പാട്ടുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മോയിൻകുട്ടി ബൈഗറുടെ ബദർപടപ്പാട്ടും മലപ്പുറം പടപ്പാട്ടും ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചു. കാരണം ഈ പാട്ടുകൾ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമേകുന്നില്ല. കാരണം പാട്ട് പാടി പറയുന്ന സദസ്സുകളിൽ പ്രചോദനം ഉൾക്കൊണ്ട ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഹിച്ച്കോക്കിന്റെ പ്രതിമ, കൊണ്ടോട്ടിക്കടുത്ത വള്ളുവമ്പത്തെ ഹിച്ച്കോക്കിന്റെ പ്രതിമ സ്ഥാപിച്ചപ്പോ മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കൊല്ലാനും പീഡിപ്പിക്കാനും നേതൃത്വം വഹിച്ച ഹിച്ച്കോക്കിന്റെ പ്രതിമ സ്ഥാപിച്ച ആളുകൾക്ക് മനസ്സിലായില്ല ആരുടെ പ്രതിമയാണ്. കമ്പളത്ത് ഗോവിന്ദൻ നായർ വിപ്ലവ കവിയായിരുന്നു. അദ്ദേഹം ഒരു പാട്ട് എഴുതി. അദ്ദേഹത്തിന്റെ മകൻ 2 വർഷം മുമ്പ് മരിച്ചത്, രാമേന്ദ്ര മാഷ്. അദ്ദേഹം പാട്ട് എഴുതി ഇങ്ങനെയാണെന്ന് പറയും: മഞ്ചേരി നിന്നഞ്ചാറ് മൈല് ദൂരവേ മോങ്കത്തില് സഞ്ചരിക്കുന്നോർക്ക് കാണാറാകുമാ നീരത്തില് ചത്തുപോയ ഹിച്ച്കോക്ക് സായിപ്പിന്റെ സ്മാരകം. ഇങ്ങനെ മലപ്പുറത്തുകാരന്റെ ഭാഷയിൽ, സാധാരണക്കാരന്റെ ഭാഷയിൽ ചീത്ത പറയാണ്. നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റുമുട്ടുവാൻ. രാജ്യസ്നേഹം വീറുകൊണ്ട് കൂട്ടരുണ്ടീ നാട്ടില് രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോട്ട വേരിംഗ്ലണ്ടില്. നാട്ടുകാർദൻ ചോരയാൽ തടിച്ചു വീർത്ത ബ്രിട്ടനെ നാട്ടിലുള്ള ജന്മിമാരെ പാട്ടിലാക്കിയ ദുഷ്ടനെ. ഇങ്ങനെ പാട്ട് പാടിയപ്പോൾ ആളുകൾ കാര്യം മനസ്സിലായി. ആളുകൾ പ്രകടനമായി പ്രതിമ പൊളിക്കാൻ പോയി. ബ്രിട്ടീഷ് പട്ടാളം അവരാട്ടി ഓടിച്ചു. അവിടെ ഒരു കലാപം ഉണ്ടായി. ആ പാട്ട് ബ്രിട്ടീഷുകാർ നിരോധിച്ചു. ഭാസ്കരൻ മാഷക്ക് മഞ്ഞണിഞ്ഞ മാമല തെളിഞ്ഞിടും മല നാട്ടിൽ യേശുദാസ് പാടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഈ പാട്ട്. മഞ്ഞണിഞ്ഞ മാമല തെളിഞ്ഞിടും മല നാട്ടിലെ പൊന്നണിഞ്ഞ വയലുകൾ പുളഞ്ഞിടും മല നാട്ടിലെ എന്നൊരു പാട്ട് എഴുതിയതിന്റെ പേരിൽ 3 മാസക്കാലം ബ്രിട്ടീഷ് സർക്കാരിന്റെ നിയമ നടപടികളെ പേടിച്ച് ഒളിഞ്ഞു പോകേണ്ടി വന്നു. ഇത് ചരിത്രമാണ്. ഷുക്കൂർ സുന്ദരനായ എന്ന പാട്ടൊക്കെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. പാട്ടുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ, സ്ത്രീകളുണ്ട്. ഞാൻ ഒറ്റ കഥ പറയട്ടെ. ഇത് വളരെ അടുത്ത് നിൽക്കുന്നു ഈ സംഭവമായി എന്നുള്ളതുകൊണ്ടാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ, ഞാൻ മുമ്പ് പറഞ്ഞതായിരിക്കും, കേട്ടവർ ക്ഷമിക്കുക, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ ഘട്ടത്തിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. ആ സമയത്ത് ഇവിടെയുള്ള ആളുകളുടെ സ്ഥിതി വളരെ വളരെ ദയനീയമായിരുന്നു. ഇവിടെ കിഴക്കൻ നിലനാട്ടുകാരുണ്ടാവും, പാണ്ടിക്കാടും നിലമ്പൂരും എടവണ്ണയും കുണ്ടുതോടും വാണിയമ്പലവും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, എടക്കര പോലുള്ള സ്ഥലങ്ങളിലെ സ്ഥിതി വളരെ വളരെ ദയനീയമാണ്. പൂക്കോട്ടൂരിനപ്പുറം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ, വണ്ടൂരൊക്കെ. കാരണം വീട്ടിൽ പുരുഷന്മാരുണ്ടായിരുന്നില്ല, സ്ത്രീകൾ മാത്രം. പുരുഷന്മാരെയൊക്കെ ബ്രിട്ടീഷുകാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് നാടുകടത്തി. അവിടെ പോയാൽ അറിയാം, മലപ്പുറം ജില്ലയിലെ സ്ഥലങ്ങൾ അവിടെ കരുവാരക്കുണ്ടൊക്കെ അവിടെ കാണാം. കാരണം അവിടെ കരുവാരക്കുണ്ടെന്ന് നാട് കടത്തിയവരൊക്കെ ആ പേരിൽ അറിയപ്പെടുന്നത്. അവർ നിൽക്കുന്ന പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ യാത്ര നടത്തിയവർ അറിയാം. മലപ്പുറം ജില്ലയിൽ പോയവർ പേരുമുണ്ട്. ബെല്ലാരി ജയിലടച്ചു, ആൻഡമാൻ കോയമ്പത്തൂർ ജയിലടച്ചു, വാഗൺ ട്രാജഡിയിൽ ഉൾപ്പെടുത്തിക്കൊന്നു. ഒരു ദിവസം 300 പേരെ വെച്ച് ഒരു മാസം തുടർച്ചയായി ബ്രിട്ടീഷുകാർ കൊന്നു ആളുകളെ കിഴക്കൻ എറണാകുളം.
അനാഥകളായ കുഞ്ഞുങ്ങൾ അവിടെ. അവരുടെ സ്ഥിതി കണ്ട കോഴിക്കോട് JDT യതീംഖാന സ്ഥാപിച്ചത്. ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെ മുഴുവൻ അനാഥശാലകളാണ്. പക്ഷേ JDT യതീംഖാന സ്ഥാപിച്ചത് ആ കാലത്താണ്. കാരണം പഞ്ചാബുകാരാ സ്ഥാപിച്ച JDT യതീംഖാന. വീട്ടിൽ പുരുഷന്മാരില്ലാത്ത അവസ്ഥയിൽ സ്ത്രീകൾ ജോലിക്ക് വേണ്ടി പുറത്തിറങ്ങേണ്ടി വന്നു. മറിയക്കുട്ടി എന്ന് പറഞ്ഞൊരു പെണ്ണ് പുറത്തിറങ്ങി. ഭർത്താവ് ഹസൻകുട്ടി ജയിലിലാണ്. ഇവരോട് മോശമായ രീതിയിൽ സാമൂഹ്യ തൊഴിലായ ചെറുപ്പക്കാർ പെരുമാറി. ആ സമയത്ത് ഇവിടെയൊക്കെ ആട്ടിയോടിച്ചു മറിയക്കുട്ടി. ചെറുപ്പക്കാരിയാണ്. ഈ പെണ്ണിനോടുള്ള ദേഷ്യം തീർത്തത് ഈ ചെറുപ്പക്കാർ ജയിലിലേക്ക് ഇവളെ കൊണ്ട് മോശമായ കഥകൾ പറഞ്ഞ് ജയിലിലേക്ക് കത്തയച്ചു. നിങ്ങൾ പോയതിനു ശേഷം അവൾ അങ്ങനെയാണ്, ഇവൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ സാധു ഇത് കേട്ട് വിശ്വസിച്ചു വീട്ടിലേക്ക് കത്തയച്ചു. അവളെ പറഞ്ഞു വിടണം. ഇത് കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മറിയക്കുട്ടി പുലിക്കോട്ടുള്ള ഹൈദർ സാഹിബിനോട് സങ്കടം പറയണം. അദ്ദേഹം പാട്ടെഴുതി മറിയക്കുട്ടിയുടെ സങ്കടങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട്. ഇതൊരു മറിയക്കുട്ടിയുടെ മാത്രം കഥയല്ല, ഇത് ആ നാട്ടിലെ മുഴുവൻ പെണ്ണുങ്ങളുടെയും കഥയാണ്. ഇതൊരു ഞാൻ പറഞ്ഞത്, ഇതൊരു സാങ്കല്പികമാണെങ്കിൽ പോലും ആ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും കഥയാണ്. ഈ പെണ്ണ് പറയാണ്, ഓലുന്നൻ ഇരു കണ്ണിൽ മണിമാരർഹസൻ കുട്ടി പൂമാനം തെളിന്തുണർന്നിടുവാൻ കെട്ടി കവിതൈ പോട്ടിയിടും നിതാ സ്വന്തം മറിയക്കുട്ടി. ജയിലിൽ നിന്നുമേ ഇന്നാളെനെ ഉമ്മ കയത്തിട്ടെ ചീട്ടുണ്ട് കനിന്തേതാലണയപ്പെട്ടെ വ്യസനം തീരാതെ എന്നെ ദുഃഖക്കടലിൽ പെട്ടേ. തേനാരെ ഉമൈ കത്തിൽ പറഞ്ഞേ ആ വിധമുള്ള തേടിച്ചിത്തരം കാട്ടി നടന്നോളല്ല, ഇനിയൊരു തമ്മാടി തറവാട്ടിൽ പിറന്നോളല്ല. ഞാനുങ്കൾ വരവും കാത്തിരിക്കുന്നു സുമാതോർത്ത് നായച്ചന്ദിരനെ കണ്ടരല് കൂടിത്തെ വിധമിൽ 4-5 സനത്തോളം കഴിഞ്ഞു മുത്തേ. പിന്നെ പറയാണ് ഈ പെണ്ണ്, വല്ലോരും ഫസാദുന്നുന്നത് കേട്ട് മുഷിയേണ്ട, വടിവുറ്റോരുമൈ എന്നെ ഉപേക്ഷിക്കേണ്ട, മനസ്സിൽ വലുതായ വെറുപ്പൊന്നും വിചാരിക്കേണ്ട. ഇത് ഭാര്യ ഭർത്താവിന് എന്ന കത്താണ്. പുലിക്കോട്ടിലാണ് എഴുതി. അതുകൊണ്ട് തികച്ചും ഞാൻ അവിടെ പാടില്ല. 100 വരെയുണ്ട്. ഇവിടെ ഞാൻ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ. എന്നിട്ട് പറയാണ്, ബെല്ലാരിക്കുടേനൊട്ട് വരാൻ വല്ല വഴിയുണ്ടോ, വല്ലികൾ കവിയിലേക്ക് വരാൻ പാടുണ്ടോ, ഉമതേ വരുകിൽ കണ്ടിടാൻ വല്ല നിവൃത്തിയുണ്ടോ. എന്നിട്ട് പറയാണ്, അങ്ങനെ എനിക്കവിടെ പ്രവേശനം ഉണ്ടെങ്കിൽ, പെണ്ണുങ്ങൾക്ക് അവിടെ പ്രവേശനം ഉണ്ടെങ്കിൽ, ഉണ്ടതെങ്കിൽ വന്ന് കാണാനുണ്ടോ മോഹം പൊന്നെ, ഒറ്റ നോക്ക് കണ്ട് മാരിച്ചോട്ടെ അന്ന് തന്നെ. എന്റെ പൊന്നുമാരെ പിന്നെന്തിനീ വേറൂപ്പ് വെച്ചിടുന്നു എന്റെ മേലിൽ ചിന്തയിൽ മൂഷീപ്പ്. ചക്ക് പാലം മേലിരുന്ന് ചക്കര തിന്നാലും നിശ്ചയം പുണ്ണാക്കാണതെന്ന് ചിലർ പോരും. എന്നെ നിങ്ങളൊയ്യ തൊട്ടിട്ടില്ല മറ്റൊരാണ്, എമ്പിടുന്നു കൊണ്ടുവെട്ടി തങ്ങളെ കാലാണ്. ഞാൻ സത്യം ചെയ്യാം, ഞാൻ ചീത്തയായിട്ടില്ല. ഈ കത്ത് എത്തിയപ്പോഴാണ് ഈ മാരന് തെറ്റിദ്ധാരണ നീങ്ങിയെന്നാണ്. ജയിൽവാസത്തിന് ശേഷം ഇവരുടെ ജീവിതം സജീവമായി മുന്നോട്ട് പോയി. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെയൊക്കെ കാലത്തെ പാട്ടെഴുത്തുകാർ എഴുതിയാൽ തിഹാർ ജയിലിൽ ഇയാൾ ട്രാൻസ്ഫർ ആവും, നാട്ടിലേക്ക് ഏതായാലും വരില്ല. ഒരു പാട്ടെങ്ങനെ പ്രവർത്തിക്കുന്നുള്ളതാണ്. കുടുംബ ബന്ധങ്ങളെ കൂട്ടിയിണക്കാൻ പാട്ടുകളെ സഹായിക്കുന്നു എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. ഞാൻ അധികം സംസാരിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒറ്റ കാര്യം ഞാൻ പറയാം, വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്, വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. എൻ മിഴികൾ തൂവും കണ്ണുനീരത് കണ്ട് എൻ കരൾ വേദന കാണുവാനാരുണ്ട്. എങ്ങനെ ഞാൻ പറയും, എല്ലാം ഓർത്തിട്ടെന്നും ഞാൻ കരയും. ഈ കത്തിന് ഉടനടി ഒരു മറുപടി തന്ന് സങ്കടം തീർത്തിടേണം, ഇടയ്ക്കിടെ എന്നെയും ഓർത്തിടേണേ. നിങ്ങൾ ആലോചിച്ച കാര്യം, ഇവിടെ പറയണം, ഞാൻ കഴിക്കാത്ത ആഹാരം നിങ്ങൾ കഴിക്കുന്നു, ഞാൻ അനുഭവിക്കാത്ത AC റൂമുകളിൽ നിങ്ങൾ താമസിക്കുന്നു, ഞാൻ കയറാത്ത വാഹനങ്ങൾ നിങ്ങൾ സഞ്ചരിക്കുന്നു, നിങ്ങൾ പാർക്കിൽ പോകുന്നു, വീഡിയോ കേസറ്റ് അത് നാട്ടിലില്ലാന്ന്, സിനിമ കാണുന്നു, TV കാണുന്നു. എനിക്ക് ഒരൊറ്റ കാര്യം, നിങ്ങൾ തിരക്കാണെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ എന്നെ ഓർക്കണം, എപ്പോഴും ഓർക്കണമെന്നില്ല. ഇടയ്ക്കിടെ എന്നെയും ഓർത്തിയിടണേ. കഴിഞ്ഞ 38 വർഷമായി ഈ പാട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഇതിന്റെ ഒരു രചനയിലെ വൈവിധ്യം കൊണ്ട് തന്നെ, ആ കവിതയോടുള്ള നീതിപുരത്തൽ കൊണ്ട് തന്നെയാണ്. ഞാൻ കുട്ടികളെ കാണാൻ കഴിയും. ആ പെണ്ണ് എഴുതുകയാണ്, 2-4 വർഷം മുമ്പ് നിങ്ങൾ വന്നു, 8-10 നാളുകൾ മാത്രം വീട്ടിൽ നിന്നു, അതിലുണ്ടായ ഒരു കുഞ്ഞിന് 3 വയസ്സായിന്ന്.
അവനെന്നും ചോദിക്കും ബാപ്പായ വീടെന്ന്, ഓടി ചാടി കടിക്കും മോൻ ബാപ്പാനെ, മാടി മാടി വീഴിക്കും. അത് കാണുമ്പോൾ ഉടഞ്ഞിടും ഇടനെഞ്ച് പിടഞ്ഞിടും. പൂക്കുഞ്ഞി പൈതേലല്ലേ ആ മുഖം കാണാൻ കൂതി നിങ്ങൾ കൂവില്ലേ. ഖത്തറിൽ ഒരു മുഖാമുഖം സംഘടിപ്പിച്ചപ്പോ 30 വർഷത്തിനപ്പുറം ഖത്തറിലുണ്ടായിരുന്ന പ്രവാസികളൊക്കെ അറിയാതെ കരയുകയായിരുന്നുള്ളതാണ്. അറിയാതെ കരയുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പ്രവാസം അവർ അനുഭവിച്ചവരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ഈ കത്തഴുത്തിന്റെ കാലം. ഈ അടുത്ത കാലത്തിൽ ഇപ്പൊ കത്തുപാടിനെക്കൊണ്ട് മനോഹരമായ കത്തുപാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ചാനലിൽ ഒരു പാട്ട് പാടുക, അതാണ് ഹിറ്റാവുന്നത്. ഈ അടുത്ത കാലത്ത് ഇപ്പൊ മീഡിയ മണ്ടിൽ ഒരു കുട്ടി ഒരു പാട്ട് പാടി. എനിക്ക് ആ പാട്ടിന് രചന ബാപ്പു അവാർഡ് എന്ന കവിത ആ കുട്ടിയുടെ ഉമ്മാക്ക് മോൻ കത്ത്. ഉമ്മ ഗൾഫിലാണ്. അപ്പോഴാണ് എഴുതിടാം ഞാൻ അസ്സലാമു അലൈക്കുമോനി, എന്റെ പൊന്നുമ്മാനെ കാണാനുള്ള പൂരി. കരയും ഇന്റർനെറ്റിലൂടെ, ഇതിലൂടെയാണ് കരയും ചെയ്യും അല്ലേ. കാശയക്കും കൂടെ കൂടെ, പറയുമ്പോൾ കാശ കൊടുത്ത് വെക്കൊണ്ടിരിക്കും. കരയും ഇന്റർനെറ്റിലൂടെ, കാശയക്കും കൂടെ കൂടെ, ഇല്ലാരിയിൽ സ്നേഹമേകാൻ നിങ്ങളും ഇവിടെ ഞാൻ ഇന്നേകനാണ് നിന്നെ ഓർമ്മ. ഈ പാട്ടാണ് 55,000 ആളുകൾ അയച്ചുകൊണ്ട് കണ്ടത്. അടുത്ത കാലത്ത് മൂപ്പരും ഒന്ന് പോയി വന്നു ഗൾഫിനക്കര. അന്ന് തൊട്ട് തുടങ്ങി ഞങ്ങൾ തമ്മിൽ എന്തിനും എപ്പോഴും കച്ചറ. അപ്പുറം ഇപ്പുറം ഉണ്ട് ചെറുപ്പക്കാരികളുടെ കൂട്ടം. അങ്ങോട്ടാണ് കണ്ണ് തെറ്റിയാൽ കണ്ണ കുറുക്കന്റെ നോട്ടം. ഇതൊക്കെ പറഞ്ഞാൽ മതി. നമ്മുടെ തമാശ എന്ന് പറഞ്ഞാൽ അതാണ്. നേരം പോക്കിന് എഴുതിയ പാട്ടുകൾ പോലും ഒരു സൗന്ദര്യത്തോട് നമ്മൾ ആസ്വദിക്കുന്നു. ഒരർത്ഥമില്ലാത്ത പാട്ടിനും ഒരു സൗന്ദര്യം ഉണ്ടായിരുന്ന പഴയ കാലത്ത്. അഷ്റഫ് മോനെ ചായ കൂടി, ചായന്റെ ഒപ്പം വീഡിയോ ഉണ്ടായ കാര്യം തന്നെ അതുണ്ടായ. പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് അല്ലേ. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതക്കുണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പം തന്നാൽ ഇപ്പം പാടാം. ഞാനും നിങ്ങളും പാടി. എല്ലാരും ബസ് കയറി, നമ്മുടെ മോളും ബസ് കയറി. ഇതൊക്കെ നമ്മളൊക്കെ നാട്ടിലുണ്ടാക്കിയ പാട്ടുകളാണ്. പാത്തുമ്മ പാത്രക്കണ്ണി കൊണ്ട് അപ്പം ചുട്ട്, ചുട്ടപ്പം കരിഞ്ഞു പോയി, വന്ന മാപ്പള തെറ്റിപ്പോയി. പാപ്പുട്ടി തീപ്പെട്ടി മേപ്പോട്ട് എറിഞ്ഞപ്പോ തീപ്പെട്ടി വീണത് മേപ്പടിമേൽ. തീപ്പെട്ടി എടുക്കാനായി പാപ്പുട്ടി വീച്ചപ്പോ പാപ്പുട്ടി വീണത് മരപ്പടിമേൽ. ഇത് ഉണ്ടായ കാര്യമാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അങ്ങനെ നേരം പോക്കിനെ, തമാശകളെ, ഗൗരവമായ കാര്യങ്ങളെ സീരിയസ് ആയി കണ്ട ഒരു തലമുറയായിരുന്നു. അവരുടെ ഒരു സുഹൃതമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കർമ്മഫലമാണ് ഇങ്ങനെയുള്ള കലാകാരന്മാർ. ഞാനങ്ങനെ ഇതിങ്ങനെ സംസാരിച്ചു പോയാൽ നീണ്ടു പോകും. കാരണം ഇതൊരു വലിയൊരു വിഷയമാണ്.